അപ്പോൾ ഞാനിന്ന് നമ്മൾ ബോധം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ബോധത്തിന് ഇപ്പം നമ്മൾ പലപ്പോഴും പല ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ബോധത്തിന് ഭൗതികമായ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തെളിവുകൾ നമുക്ക് നൽകുവാനായിട്ട് കഴിയുമോ എന്ന് പലപ്പോഴും, അതായത് പലപ്പോഴും ഈ യുക്തിവാദികളും അതുപോലെ തന്നെ വിശ്വാസികളായവരും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഈശ്വരൻ അല്ലെങ്കിൽ ആ ബോധം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ചെറിയൊരു കാര്യം, അതായത് അത് നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന ആ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനത് ഭൗതികമായ കാര്യങ്ങളെ വെച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 5 കാര്യങ്ങളാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ഈ വേദാന്തത്തിലും അല്ലെങ്കിൽ വേദങ്ങളിലും ഒക്കെ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലെ. പഞ്ചഭൂതങ്ങൾക്ക് അപ്പുറമാണ് മനസ്സ്, ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, ചിത്തം, ആത്മാവ്, ബോധം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി അവർ പറയുന്നത്. അപ്പൊ അതിൽ 5 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഘടകങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അങ്ങനെ 5 ഘടകങ്ങളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. പിന്നെ ഉള്ളത് ബോധം, അതായത് ബോധത്തിൻ്റെ തന്നെ 2 ഉപഗുണങ്ങളായിട്ടുള്ള ബുദ്ധിയും അതുപോലെ തന്നെ മനസ്സും. അതായത് അതിൻ്റെ കൈകളായിട്ട് നമുക്ക് 2 കൈകളായിട്ട് വേണമെങ്കിൽ എടുക്കാം. മനസ്സിനെയും ബുദ്ധിയെയും ബോധത്തിൻ്റെ 2 കൈകളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് അതിൻ്റെ തെളിവ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ തെളിവല്ല, ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം. അതായത് ബോധത്തെക്കുറിച്ച് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കുന്നവർക്ക്. ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ 5 ഘടകങ്ങൾ. അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ആകാശം അല്ലെ, സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവം ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പേസിന്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എംപ്റ്റിനെസ് ആണ് അല്ലെ, ശൂന്യമാണ്. പക്ഷെ എന്നാൽ അതിൽ കുറെ ഫീൽഡുകൾ നിലനിൽക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പം നമ്മൾ നോക്കൂ, ഈ സ്പേസ് നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ശരീരവുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അതായത് നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ എടുത്തു നോക്കും. ഈ 5 ഇന്ദ്രിയങ്ങളും ഓപ്പൺ ആയിരിക്കുന്നത് സ്പേസിലേക്കാണ് അല്ലെ. ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പോൾ സ്പേസ് ഇല്ല എന്ന് ഇരിക്കട്ടെ, നമ്മുടെ കണ്ണ് രൂപം കൊണ്ടിട്ട് പ്രയോജനം ഉണ്ടാവില്ല. നമ്മുടെ ചെവികൾ, നമ്മുടെ മൂക്കുകൾ, നമ്മുടെ വായ, നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ തൊലി, സ്പർശനശേഷി, ഇതെല്ലാം ഓപ്പൺ ആയിരിക്കുന്നത് സ്പേസിലേക്കാണ്. അപ്പോൾ സ്പേസ്, ഇപ്പം നമ്മളുടെ ശരീരം ഇല്ല എന്നിരിക്കട്ടെ, പക്ഷെ അപ്പോൾ സ്പേസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ.